ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സോ അങ്ങനെ നമ്മുടെ എമ്പുരാൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്ത് പറയുക, മലയാളം അല്ലെങ്കിൽ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് തന്നെ ഇത്രയ്ക്കും വലിയൊരു അഭിമാന ടൈമില്ല കേട്ടോ. അതായത് ഓൾ ഇന്ത്യ ഇത്രയും ടോപ്പ് നോച്ച് റീച്ച് കിട്ടുന്ന ഒരു മലയാളം ഫിലിമാണ് എമ്പുരാൻ. നമ്മുടെ പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്ത പടം. അതായത് നമ്മുടെ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ, അതായത് 24 മണിക്കൂർ കൊണ്ട് 6 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. അതായത് കൽക്കി ഏകദേശം ഓൾമോസ്റ്റ് ആ ടൈമിൽ, റിലീസിൻ്റെ ടൈമിൽ 3 ലക്ഷം സംതിങ് ടിക്കറ്റേ വിറ്റുള്ളൂ. എന്നാൽ നേരെ ഡബിളാണ് നമ്മുടെ എമ്പുരാൻ. അതുമല്ല, 5ാം സ്ഥാനത്ത് നിന്നാണ് ലിയോ. ഏകദേശം 1 ലക്ഷത്തി സംതിങ് എന്തോ ടിക്കറ്റ് ബുക്ക് മൈ ഷോയുടെ 24 മണിക്കൂറുടെ ലിയോ വിറ്റുപോയി. ആ ഒരു സ്ഥാനത്ത് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ അതുമല്ല, നിങ്ങളിപ്പോൾ ഞാനടക്കം ചിലപ്പം ഇടയ്ക്കൊക്കെ ഈ ഫാൻ ഫൈറ്റുകളുണ്ടല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യമായിട്ട് എങ്ങാനും ഇതൊരു അതെന്താ പറയുക, ഒരു 100 ക്രോസ് അല്ലെങ്കിൽ 500 ക്രോസ് ക്ലബിൽ കയറി കഴിഞ്ഞാൽ അത് മോളിവുഡ് ഇൻഡസ്ട്രിക്ക് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. കാരണം ടോളിവുഡിൽ നിന്നും കോളിവുഡിൽ നിന്നും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും ഓരോ നടന്മാരും വന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഫണ്ടുകൾ ഒക്കെ ഉണ്ടാക്കി അവർ പ്രശസ്തി നേടുമ്പോൾ നമുക്കും, അല്ലെങ്കിൽ എനിക്കടക്കം തോന്നിയിട്ടുണ്ട്, അതായത് എന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്കിഷ്ടം എന്ന് പറയുന്ന സിനിമ പിന്നെയും എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് അതിനുള്ള ഒരു ഐഡിയ അറിയില്ല, എന്ത് ചെയ്യണം, എങ്ങനെ, എവിടെ വെച്ച് തുടങ്ങണം, ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യും. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി ഒരു അത്യാവശ്യം നല്ലൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യണം തന്നെ.